ഹലോ എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്? നമുക്കറിയാം, കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യിക്കണമെങ്കിൽ നമുക്കത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് എഴുതി കൊടുക്കണം. അതിന് രണ്ട് തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. ലോ ലെവൽ ലാംഗ്വേജ് എന്താണെന്നും ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും എന്താണെന്ന് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജിലായാലും ഹൈ ലെവൽ ലാംഗ്വേജിലായാലും പ്രോഗ്രാം എഴുതിയാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും? മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ലോ ലെവൽ ലാംഗ്വേജ് രണ്ട് രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് മെഷീൻ ലാംഗ്വേജും രണ്ടാമത്തത് അസംബ്ലി ലാംഗ്വേജ്. ഈ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിനെ നമ്മൾ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്ററിൻ്റെ പേരാണ് അസംബ്ലർ. ഇനിയും ട്രാൻസ്ലേറ്റർ എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ലീഡേഴ്സ് എല്ലാം പല പല രാജ്യങ്ങളിൽ പോകും. അവിടുത്തെ എല്ലാ രാജ്യങ്ങളിലെ എല്ലാ ഭാഷകളും എല്ലാ ലീഡേഴ്സിനും അറിയണമെന്നില്ല. അപ്പോൾ രണ്ട് ലീഡേഴ്സും തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കും. നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് കരാറുകളുടെയും അതേപോലെ പല ഡീലിങ്സിനെ പറ്റിയിട്ടൊക്കെ അവർ സംസാരിക്കും. അപ്പോൾ ഭാഷ അറിയാതെ ഇവർ എങ്ങനെ സംസാരിക്കും? അവിടെയാണ് ട്രാൻസ്ലേറ്ററിൻ്റെ ദ്വിഭാഷി എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തിൽ. അപ്പോൾ ഒരാൾ പറയുന്ന ഭാഷ, ഇപ്പോൾ നമ്മൾ മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ മലയാളവും, ഇപ്പം ജപ്പാനിലാണ് നമ്മുടെ ലീഡർ പോകണമെങ്കിൽ ജാപ്പനീസ് ഭാഷയും മലയാളവും അറിയാവുന്ന ഒരാളായിരിക്കും ഇതിൻ്റെ ട്രാൻസ്ലേറ്ററായിട്ട് നിൽക്കുന്നത്. അപ്പം മലയാളത്തിൽ നമ്മുടെ ലീഡർ പറയുന്ന കാര്യങ്ങളെല്ലാം ജാപ്പനീസ് ഭാഷയിലേക്ക് അടുത്ത് ജപ്പാൻ ലീഡർ പറയുന്ന കാര്യങ്ങളെല്ലാം മലയാളത്തിലേക്ക് നമ്മുടെ ലീഡറിനും പറഞ്ഞു കൊടുക്കും. അപ്പോൾ രണ്ട് കൂട്ടർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ അസംബ്ലർ ആയാലും കമ്പൈലർ ആയാലും ഇന്റർപ്രറ്റർ ആയാലും ഈ പറഞ്ഞ ജോലിയാണ് ചെയ്യുന്നത്. ഒരു ഭാഷയിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസിനെ അത് മെഷീന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇവരെന്ത് ചെയ്യും? മൊഴിമാറ്റം ചെയ്യപ്പെടും. അസംബ്ലി ലാംഗ്വേജിലാണ് എഴുതുന്നതെങ്കിൽ അസംബ്ലർ എന്ന് പറയുന്ന ട്രാൻസ്ലേറ്റർ അത് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം മെഷീന് മനസ്സിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തു തരും. എറേഴ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കോഡുകളെല്ലാം ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇനി കമ്പൈലറും ഇന്റർപ്രറ്ററും ഉണ്ട്. കമ്പൈലറിൻ്റെയും ഇന്റർപ്രറ്ററിൻ്റെയും ജോലി ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റിനെ, നമ്മൾ സോഴ്സ് കോഡ് എന്നാണ് പറയുന്നത്, സോഴ്സ് കോഡിനെ എന്തിലേക്ക് മാറ്റണം? മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റണം. അപ്പോൾ കമ്പൈലറും ഇന്റർപ്രറ്ററും ഒരേ ജോലിയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പൈലർ നമ്മൾ എത്ര ഇൻസ്ട്രക്ഷൻ സെറ്റ് എഴുതി കൊടുത്തിട്ടുണ്ടോ, എത്ര ലൈൻസ് ഓഫ് കോഡ് എഴുതി കൊടുത്തിട്ടുണ്ടോ, ഇതിനെല്ലാം ഒരുമിച്ചാണ് മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് സിയും C++ഉം ഒക്കെ. നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ, കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്കല്ലേ മൊത്തം എറേഴ്സും എല്ലാ ലൈൻസിനും എന്തൊക്കെ എറേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് കമ്പൈലർ ചെയ്യുന്നത്. എഴുതി കൊടുക്കുന്ന പ്രോഗ്രാംസ് എല്ലാം എന്ത് ചെയ്യും? ഒറ്റയടിക്ക് തന്നെ ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. അതേസമയം ഇന്റർപ്രറ്ററിൻ്റെ ജോലി എന്താണ്? ഇന്റർപ്രറ്റർ നമ്മൾ എഴുതി കൊടുക്കുന്ന സോഴ്സ് കോഡിനെ ലൈൻ ബൈ ലൈനായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുള്ളൂ. ഓരോ ലൈൻ എടുക്കും, അതിനെ കമ്പൈൽ ചെയ്തിട്ട് അതിൻ്റെ എറേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് തിരുത്തിയതിന് ശേഷം മാത്രമേ അടുത്ത ലൈനിലേക്ക് പോകത്തുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് പൈത്തൺ, റൂബി, പേൾ മുതലായിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ്. പിന്നെയും പൊതുവായിട്ട് നമ്മൾ കമ്പൈലറിൻ്റെയും ഇന്റർപ്രറ്ററിൻ്റെയും എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഡിഫറൻസ് ഉണ്ട്. ഒരുമിച്ച് കമ്പൈൽ ചെയ്യുന്നത് കൊണ്ട് കമ്പൈലറിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റർ ആയിരിക്കും. അതേസമയം ലൈൻ ബൈ ലൈനായിട്ട് സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ കോഡിലേക്ക് ആക്കുന്നത് കൊണ്ട് ഇന്റർപ്രറ്ററിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോവർ ആയിരിക്കും. അതേപോലെ കമ്പൈലർ ലാസ്റ്റാണ്, നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് ലാസ്റ്റല്ലേ നമുക്ക് എറേഴ്സ് എല്ലാം വരുന്നത്. പക്ഷേ ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഇതിൻ്റെ മെഷീൻ കോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവസാനം വരെ കാത്തിരിക്കേണ്ട. ഓരോ ലൈനും എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എറേഴ്സ് നമുക്ക് അവിടെ തന്നെ കിട്ടും.
കമ്പൈലർ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് മെമ്മറി ആവശ്യമായിട്ട് വരും. പക്ഷേ ഇന്റർപ്രറ്ററിന് അതേസമയം കമ്പൈലറിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറച്ച് മെമ്മറി മാത്രമേ ഇന്റർപ്രറ്ററിന് ആവശ്യമുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് നമ്മൾ എഴുതി കൊടുക്കുന്ന ലോ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസ് ആയാലും ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസ് ആയാലും മെഷീന് മനസ്സിലാകുന്ന മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ജോലി ആരുടേതാണ്? ട്രാൻസ്ലേറ്ററിൻ്റെതാണ്. അത് അസംബ്ലി ലെവൽ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ജോലി അസംബ്ലർ എന്ന് പറയുന്ന ട്രാൻസ്ലേറ്റർ ചെയ്യും. അതേസമയം ഹൈ ലെവൽ ലാംഗ്വേജസിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ജോലി കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ കൈകാര്യം ചെയ്യും. കമ്പൈലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സോഴ്സ് കോഡുകളെല്ലാം ഒരുമിച്ച് കൺവേർട്ട് ചെയ്ത് മെഷീൻ കോഡിലേക്ക് മാറ്റും. അതിന് ഒരുപാട് മെമ്മറി ആവശ്യമായിട്ട് വരും, പക്ഷേ എക്സിക്യൂഷൻ സ്പീഡ് കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ എറേഴ്സ് എല്ലാം ലാസ്റ്റ് മാത്രമേ, എല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് ഏറ്റവും അവസാനം മാത്രമേ നമുക്ക് അതിൻ്റെ എറേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് കമ്പൈലറിൻ്റെ പ്രത്യേകത. അതേസമയം ഇന്റർപ്രറ്റർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോഡുകളെയെല്ലാം ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ വരിയായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് കുറച്ച് സ്ലോവർ ആയിരിക്കും. അതേപോലെ തന്നെ എറേഴ്സ് ഓരോ ലൈൻ കൺവേർട്ട് ചെയ്യുമ്പോഴും ആ ലൈനുമായിട്ട് ബന്ധപ്പെട്ട എറേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഡിസ്പ്ലേ ചെയ്യും. പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യമാകുന്ന മെമ്മറിയും കമ്പൈലറിനെ അപേക്ഷിച്ചിട്ട് ഇന്റർപ്രറ്ററിന് കുറവായിരിക്കും. ഇനി നമുക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മുടെ ലീഡേഴ്സിൻ്റെ പറഞ്ഞ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ചില പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യൻസ് നേതാക്കന്മാരൊക്കെ വരുമ്പോൾ പ്രസംഗിക്കുമ്പോൾ മലയാളത്തിൽ അവർ കൺവേർട്ട് ചെയ്ത് തരത്തില്ലേ, ഹിന്ദി അറിയാവുന്ന ഒരാൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചില ട്രാൻസ്ലേറ്റേഴ്സ് ആണെങ്കിൽ നേതാക്കന്മാർ പറയുന്ന ഓരോ വരിയും എടുത്തിട്ട് നമുക്ക് തർജ്ജമ ചെയ്ത് മലയാളത്തിൽ തരും. അങ്ങനെ ചെയ്യുന്ന ആളെ നമുക്ക് ഇന്റർപ്രറ്ററിനെ വിളിക്കാം. അതേസമയം ചില ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, ഒരു 10 മിനിറ്റത്തോളം നേതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇവർ പറഞ്ഞതിനെയെല്ലാം എന്ത് ചെയ്യും, ഒരു 2 വരിയിൽ ഒരുമിച്ച് കൺക്ലൂഡ് ചെയ്ത് എന്ത് ചെയ്യും, 2 വരിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് അത്രയും കേട്ട് കഴിഞ്ഞിട്ട് ശേഷം മാത്രം ഒരുമിച്ച് നമ്മുടെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. അയാളെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈലർ എന്ന് പറയാം. ഓരോ വരി വരിയായിട്ട് തർജ്ജമ ചെയ്യുന്ന ആൾ ഇന്റർപ്രറ്ററും മൊത്തത്തിൽ കൺവേർട്ട് ചെയ്ത് തരുന്ന ആളെ നമുക്ക് കമ്പൈലർ എന്നും പറയാം. എല്ലാവർക്കും ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.